ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എക്സാം ഡേറ്റ് ജൂൺ 30 ആണ്. സോ നിങ്ങളുടെ റിവിഷൻസും പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് കാണും. അതുപോലെ തന്നെ ഒരു റൗണ്ട് നിങ്ങളെല്ലാം കംപ്ലീറ്റ് സിലബസ് പഠിച്ച് കഴിഞ്ഞ് കാണുമെന്ന് കരുതുന്നു. നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി അത് കംപ്ലീറ്റ് റൗണ്ട് നമ്മുടെ ഫുൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ നാളെ മുതൽ എൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ റിവിഷൻ നിങ്ങൾക്ക് 2 മുതൽ 28 വരെയാണ് നിങ്ങൾക്ക് റിവിഷൻ പഠിക്കാനുള്ള ടോപ്പിക്സ് തരും. നിങ്ങളത് പഠിക്കുക. നമുക്ക് ലൈവായിട്ട് എക്സാമാണ്. അക്കാഡമിയിലാണ് നമ്മുടെ എക്സാം വരുന്നത്. ഓക്കെ, ഡെയിലി നമുക്ക് 2 ക്ലാസ്സസ് ഉണ്ട്. ഡെയിലി കറക്റ്റ് നമ്മൾ അപ്ഡേറ്റ് ആയി ഏത് ടോപ്പിക്കാണോ പഠിക്കാനുള്ളത് അതിൻ്റെ നമ്മൾ എക്സാം നടത്തും. നിങ്ങളത് പഠിച്ച് വന്ന് എക്സാം എഴുതി നോക്കാം. കറക്റ്റ് നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് നിങ്ങൾ കറക്റ്റ് പഠിക്കൂ. അതുപോലെ 1 മന്ത് ക്രാഷ് കോഴ്സും അവൈലബിൾ ആണ്. PDF നോട്ട്സും MCQ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോക്ക് എക്സാംസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതാണ് 1 മന്ത് ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ തരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് നിന്ന് കണ്ടുകൊണ്ടിരിക്കാനുള്ള ടൈമിംഗ് വളരെ കുറവാണ്, ഒരു മാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, തിയറി നമ്മൾ പഠിച്ച നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് നോട്ട്സ്, നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ നോട്ട്സ് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചവർ ആ നോട്ട്സ് മാത്രം വായിച്ച് പോകും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ടൈം ടേബിൾ, ഏതൊക്കെ ദിവസം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. 2 തീയതി വന്നിട്ട് നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ പഠിക്കാനുള്ളത് ക്രിച്ചോഫ് ലോസ്, ഏതൊക്കെയാണ് ഇലക്ട്രിക് സർക്യൂട്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്രിച്ചോഫ് ലോസ് നമുക്കറിയാം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ബാക്കി തിയറംസും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. തെവനിൻസ് നോട്ടൻസ് ഒക്കെ തിയറം ഒക്കെ ജസ്റ്റ് നോക്കാം. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ, പിന്നെ ട്രാൻസ്ഫോർമേഷനും, പിന്നെ നമ്മുടെ കപ്പിൾഡ് സർക്യൂട്ട്സ്, ഇൻഡക്റ്റർ, കപ്പാസിറ്ററിൻ്റെ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. അതാണ് നിങ്ങൾക്ക് 2 തീയതി. അടുത്ത 3 തീയതി വന്നിട്ട് നമുക്ക് AC ഫണ്ടമെൻറ്റൽസ്, ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കറണ്ട്, അതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അന്നേരം ആ ദിവസം പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എക്സാം വന്നിട്ട് നമുക്ക് അക്കാഡമിയിലാണ് വരുന്നത്. ഇതിൻ്റെ എക്സാം വരുന്നത് നാളെ രാവിലെ നിങ്ങൾക്കും അതുപോലെ തന്നെ രാത്രി 8 മണിക്കാണ് നമ്മുടെ എക്സാം ഉള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ ലൈവ് വരൂ. വളരെ യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നടത്തുള്ള JEE ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നമ്മൾ BTech ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും തന്നെ ലൈവ് വരാൻ നോക്കൂ. അപ്പോൾ ഇന്നത്തെ 2 ടോപ്പിക്ക് പഠിക്കൂ. 3 തീയതി നമുക്ക് AC ഫണ്ടമെൻറ്റൽസ്, 4 തീയതി മാഗ്നറ്റിക് സർക്യൂട്ട്സ്. അപ്പോൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ള ടോപ്പിക്ക് ഇതൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ അത് നിങ്ങൾ ഫുൾ പഠിക്കൂ. 5 തീയതി വന്നിട്ട് നമുക്കറിയാം ഒരു വലിയ മൊഡ്യൂളാണ്. അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നല്ല എളുപ്പമാക്കാൻ വേണ്ടി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കാനുള്ള 5 തീയതി പഠിക്കാനുള്ള DC ജനറേറ്റേഴ്സും മോട്ടേഴ്സും, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പക്കായിട്ട് പഠിച്ചു വയ്ക്കൂ. 6 തീയതി വന്നിട്ട് നമ്മുടെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ മാത്രം, 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ് നോക്കൂ. 7 തീയതി ഓൾട്ടർനേറ്റേഴ്സ്, 8 തീയതി 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. അങ്ങനെ ഓരോരോ മോട്ടോഴ്സായിട്ട് പഠിച്ചു വരൂ. ഓക്കെ, തിയറി പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കൂ. ഓക്കെ, അടുത്ത 10 തീയതി വന്നിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണെന്ന് അറിയാം. നമ്പർ സിസ്റ്റവും അതുപോലെ തന്നെ ആഡർ സർക്യൂട്ട്സും മൾട്ടിപ്ലെയേഴ്സും ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഇതൊക്കെ നമ്മൾ നോക്കാം. 11 തീയതി മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. 12 തീയതി വന്നിട്ട് പവർ സിസ്റ്റം 2 സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ടോപ്പിക്സ് പവർ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കൂ. 13 തീയതി പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി നോക്കണം. അതുപോലെ തന്നെ 15 തീയതി വന്നിട്ട് നമുക്ക് 14 തീയതി ഞാനൊരു ബ്രേക്ക് തന്നിട്ടുണ്ട് കൺട്രോൾ സിസ്റ്റം പഠിക്കാനായിട്ട്. ഒരു 1 ഡേ ബ്രേക്കാണ്. അന്നേരം കൺട്രോൾ സിസ്റ്റം പക്കായിട്ട് ഇനിയും പഠിച്ച് തീരാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കാം. കൺട്രോൾ സിസ്റ്റം 2 ദിവസം 15, 16 2 സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ 18 തീയതി പവർ ഇലക്ട്രോണിക്സ്. 17 തീയതി നിങ്ങൾക്കൊരു ബ്രേക്ക് ഉണ്ട്. കാരണം പവർ ഇലക്ട്രോണിക്സ് നമുക്ക് തിയറി കുറേ പഠിക്കാനുണ്ട്, SCR, RL ലോഡ്സ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു ദിവസം ബ്രേക്ക് ഉണ്ട് പവർ ഇലക്ട്രോണിക്സ്. അത് നിങ്ങൾ പഠിച്ച് കഴിയും. 19 തീയതി അതിൻ്റെ അകത്ത് തന്നെ വരുന്ന ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് നോക്കൂ. അടുത്ത് വരുന്ന നമ്മുടെ 20 തീയതി ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് മെഷർമെൻറ്റ്സ് പഠിക്കാനായിട്ട്. മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ നമുക്കറിയാം 10 മാർക്കാണ്. 22 തീയതി ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാം. 24 തീയതി 23 തീയതി ബ്രേക്ക് ഉണ്ട് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം നോക്കാനായിട്ട്, അത് നോക്കൂ. 25 തീയതി സിസ്റ്റം, അതിനെ ഞാൻ 2 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പഠിച്ചു പോകും. 26 തീയതി ട്രാൻസ്ഡ്യൂസേഴ്സ് LVDT ട്രാൻസ്ഡ്യൂസേഴ്സ് മാത്രം നോക്കൂ. 27 തീയതി ബാക്കി വരുന്ന ടോപ്പിക്സ്, അവിടെ നമ്മുടെ ബാറ്ററീസ്, അതുപോലെ തന്നെ എർത്തിങ്, വയറിങ്, ഇലുമിനേഷൻ, ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഡ്യൂസ് ആ ഒരു മൊഡ്യൂൾ പഠിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 27 തീയതി ആകുമ്പോൾ നമ്മുടെ ഫുൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. 28ഉം 29ഉം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നോട്ട്സും പോയിൻറ്റ്സ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ടോപ്പിക്സും ആദ്യം മുതൽ റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി അക്കാഡമിയിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് BTech JEE ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കുക. 28, 29 തീയതി ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നമ്മൾ അക്കാഡമി ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് കാണുമെന്ന് കരുതുന്നു. അത് നമുക്ക് ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിലൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇരുന്ന് നോക്കൂ. 30 തീയതി നമ്മുടെ എക്സാമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ നല്ലപോലെ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ പ്രിപ്പയർ, വെറുതെ പോയി എക്സാം എഴുതാതിരിക്കും. അറ്റ്ലീസ്റ്റും ഇനിയും പഠിച്ച് തുടങ്ങാത്തവർ 1 മന്തെങ്കിലും കഷ്ടപ്പെട്ടൊന്ന് പഠിച്ച് നോക്കൂ. ആ റിവിഷൻ സ്ട്രാറ്റജി കറക്റ്റ് ഫോളോ ചെയ്ത് പോകൂ. വെറുതെ പോയി ആരും എക്സാം എഴുതാതിരിക്കും. BTech MTech കഴിഞ്ഞവർ പഠിച്ച് തന്നെ പോയി എക്സാം എഴുതും. നല്ലൊരു പോസ്റ്റാണ് വരുന്നത്, നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരമാണ്. ഇനി ഇതുപോലൊരു അവസരം നമുക്കിനി കിട്ടുമോ എന്നറിയില്ല. അത് ഇനി എത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ ഏജ് ഓവർ ആവും. സോ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇന്ന് തന്നെ ഇരുന്ന് സമയം കളയാതിരുന്ന്, നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മമാരായിരുന്നാലും അവർക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ നല്ല സൗകര്യമാണ്.
കുഞ്ഞുങ്ങൾ ഇനി വൈകുന്നേരം വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ മുതൽ ഇത്തിരി സമയമുണ്ട് പഠിക്കാൻ. നിങ്ങൾ രാവിലെ നിങ്ങളുടെ ജോലിയിലൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കൂ. നമ്മുടെ ലൈവ് ക്ലാസ്സിലും കറക്റ്റ് വന്ന് എക്സാം എഴുതി നോക്കൂ. നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് എക്സാം അത് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എത്രത്തോളം അത് ടോപ്പിക്ക് ഓർത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സാം എത്രത്തോളം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ഓക്കെ, അതുപോലെ തന്നെ പ്രോബ്ലംസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിച്ച് നോക്കൂ. നമ്മൾ 1 മന്ത് ഓൾറെഡി നമ്മളെ ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് വരുന്നവർ ഓൾറെഡി നമ്മുടെ സിലബസ് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിനും സിലബസ് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റിവിഷൻ സ്ട്രാറ്റജിയാണ്, കുട്ടികളെല്ലാം ടൈം ടേബിൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇന്ന് മുതൽ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നിരുന്ന് തന്നെ സമയം കളയാതെ തന്നെ ഇന്നിരുന്ന് നമ്മുടെ ലോസും എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റാർഡുള്ള ട്രാൻസ്ഫോർമേഷനും എനർജി സ്റ്റോറിങ് കപ്പാതെ ഇരുന്ന് പഠിക്കുക ഇന്നത്തെ ദിവസം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ കോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് 1 മന്ത് ക്രാഷ് കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 മന്ത് നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി പോലെ വീട്ടിലിരുന്ന് ഒരുമിച്ച് പഠിക്കാനായിട്ട് കമ്പൈൻ സ്റ്റഡിക്ക് താല്പര്യമുള്ളവർ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവർ കമ്പൈൻ സ്റ്റഡിക്ക് താല്പര്യമുള്ളവർ ഈ 1 മന്ത് എയുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. കമ്പൈൻ സ്റ്റഡിയാണ്. ഓക്കെ, നമുക്കതും അങ്ങനെയും താല്പര്യമുള്ള ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെയും താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ നാളെ മുതൽ നമ്മുടെ കമ്പൈൻ സ്റ്റഡിയുടെ ആ ഒരു സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് താല്പര്യമുള്ള ട്രിവാൻഡ്രംകാരുണ്ടെങ്കിൽ നിങ്ങൾക്കത് കോൺടാക്റ്റ് ചെയ്യാം. നമ്മളത് PDF നോട്ട്സും MC ക്വസ്റ്റ്യൻസും നമ്മൾ വീട്ടിലിരുന്ന് പഠിപ്പിച്ച് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലിരുന്ന് പഠിപ്പിച്ച് വിടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ കമ്പൈൻ സ്റ്റഡിയുടെ ആ ഒരു ഓപ്ഷൻ. ഓക്കെ, അതും കോൺടാക്റ്റ് ചെയ്യാം. അല്ലാതെ നമ്മുടെ ഇതുപോലെ ഈ സിലബസ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ച് PDF നോട്ട്സും ക്വസ്റ്റ്യൻസും മാത്രം വേണമെന്നുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം. അല്ലാതെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ സിലബസ് എല്ലാം നമ്മൾ കംപ്ലീറ്റഡ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ JEE ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെന്നുള്ളവർക്കെല്ലാം കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫ്രണ്ട്ലി മാനറിൽ നമുക്ക് പോവാം. എല്ലാവരും തന്നെ ലൈവ് വരാൻ നോക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇന്ന് മുതൽ തന്നെ നമ്മൾ കറക്റ്റ് ഡെയിലി നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഒരു 20 ക്വസ്റ്റ്യൻസ് ആക്കി ഇന്ന് മുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും യൂട്യൂബിലും വീഡിയോസും നമ്മൾ ഇന്ന് മുതൽ ബാക്കി പെൻഡിങ് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയുടെ ക്ലാസ്സസും നാളെ മുതലുണ്ട്. ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല, നാളെ മുതലാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ബ്രേക്കാണ്. നാളെ മുതൽ നമ്മൾ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.